രാവിലത്തെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത് രാവിലെ ചെടികൾക്ക് വീടിൻ്റെ ഉള്ളിലുള്ള ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ദിവസമാണ്. ആഴ്ചയിൽ ഒന്നാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പം ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാത്തിനും കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കും. അപ്പം ചില സമയത്ത് ചില ചെടികളും നമ്മൾ പുറത്തെടുത്ത് വെക്കണം. ഇതൊക്കെ മണി പ്ലാന്റുകളാണ്. ഇതൊരു ക്രോക്കറി യൂണിറ്റിൻ്റെ മേലെ വെച്ചേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ താന്ന് കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ സിസി പ്ലാന്റുകളും കൂടുതലും മണി പ്ലാന്റുകളും ചെറിയ ചെടിത്തങ്ങൊക്കെയാണ് വീടിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ചെടി മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷത്തിന് മേലെയായി. നമ്മൾ ഈ വീട്ടിലേക്ക് വന്നപ്പം തൊട്ട് ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ചെടികൾ വെച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ചില സമയത്ത് ചീഞ്ഞ് പോകുന്നതൊക്കെ മാറ്റി വേറെ ഫ്രഷ് ആയിട്ടുള്ളത് വെക്കും. അപ്പോൾ വീടിൻ്റെ ഉള്ളിലിരിക്കുന്ന ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനുള്ള ടൈമാണിപ്പോൾ. അപ്പോൾ ഞാൻ രാവിലെ പൂരിയാണ് ഉണ്ടാക്കുന്നത്. പൂരിക്ക് ഞാനെപ്പോഴും 1 കപ്പ് ഗോതമ്പും 1/2 കപ്പ് മൈദയാണ് എടുക്കുക. അതിനുശേഷം 1/2 കപ്പ് വെള്ളത്തിലാണ് കുഴച്ചെടുക്കുക. അപ്പം ഞാൻ പൊടിയിലേക്ക് കുറച്ച് നല്ല ജീരകവും പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പൂരിക്ക് വേണ്ട കറി തയ്യാറാക്കാം. പൂരിക്ക് ഉരുളക്കിഴങ്ങ് സബ്ജിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടുകടലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്കതിലേക്ക് സവോളയും പച്ചമുളകും ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പുതുതായിട്ട് അരിഞ്ഞിട്ട് തക്കാളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാം കുറച്ച് നേരം വീതം വഴറ്റിയെടുത്താൽ മതി. തക്കാളി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ തക്കാളിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉടയ്ക്കണം. ഉടച്ചതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച്, ഇത് ഒരുപാട് ലൂസല്ല, ഒരു കുഴഞ്ഞിരിക്കുന്നൊരു കറിയാണ്. എന്നിട്ട് നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കി ഇച്ചിരി ഒന്ന് വെള്ളം വറ്റിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് പൂരി തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാനൊരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് പൂരി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ പൊടി ഇട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത്. പൂരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കുഴച്ചെടുത്താൽ നന്നായിട്ട് പൊന്തിയും വരും. അതുപോലെ തന്നെ പെട്ടെന്ന് ചുങ്ങിയൊന്നും പോകത്തില്ല. അപ്പോൾ നമ്മുടെ പൂരിയും സബ്ജിയും റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക.